ഹായ് ബേബ്സ്, ഇത് മിസ്അണ്ടർസ്റ്റാൻഡിങ് റിവെഞ്ച് മാരേജിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ കമൻറ്റ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും ചെയ്യണം. വാടാ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റോറിയിലേക്ക് പോവാം. ലാസ്റ്റ് പാർട്ടിൽ നമ്മൾ എവിടെ നിർത്തിയെന്ന് വെച്ചാൽ ജെ കെയുടെ ലവ് വീരടുത്തും ജിമ്മിൻ്റെ അടുത്തും എക്സ്പോസ് ചെയ്തു. അവരത് കേട്ടിട്ട് അവരുടെ മറുപടിക്ക് വേണ്ടി ജെ കെ വെയിറ്റ് ചെയ്തിരിക്കുന്നിടത്താണ് നമ്മൾ നിർത്തിയത്. വാടാ നമുക്കതിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ജെ കെ, ഞങ്ങൾ ആലോചിച്ചിട്ട് നാളെ പറഞ്ഞാൽ പോരെ? അത്രയ്ക്കൊക്കെ ആലോചിക്കാനുണ്ടോ? നീ ഇത്ര നേരം വിയേട്ടാന്നല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്, ഇപ്പം എന്താ എന്നൊക്കെ? പിന്നെ അത് വിയേട്ടാന്നൊക്കെ എങ്ങനെയാണ് വിളിക്കുക? ലവ് ഒക്കെ പറഞ്ഞതിന് ശേഷവും അങ്ങനെ വിളിക്കുമ്പോൾ ഒരു സുഖമില്ല. എന്നാകുമ്പോൾ കുറച്ച് ബെറ്ററാണ്. ജിമ്മിനെന്ന് തന്നെ വിളിക്കാമെന്നാണ് പ്ലാൻ. ജിമ്മിനൊക്കെ അല്ലേ? നീ എന്ത് വേണോ വിളിച്ചോ, തെറി ഒഴിച്ച് ബാക്കി എന്തും വിളിക്കാം. ശരി, എന്നാൽ ഞങ്ങൾ നാളെ ആലോചിച്ചിട്ട് പറയാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ആലോചിക്കണമെങ്കിൽ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. പക്ഷേ പറയുമ്പം എനിക്ക് ഇഷ്ടമായിട്ടുള്ളൊരു മറുപടി കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എടാ ഇതിൽ ചെറിയൊരു ഭീഷണിയുടെ സ്വരം ഇല്ലേ? എനിക്കിത് തോന്നി, മാറ്റിപ്പറഞ്ഞേ പഠിക്കൂ. മിക്കവാറും ചെടിച്ചട്ടിയുടെ കാര്യത്തിലൊരു തീരുമാനമായിട്ടുണ്ട്. വീട്ടിലെ ചെടിച്ചട്ടിയുടെ മാറ്റണം. നിങ്ങളെന്താ പറയണ്ടേന്ന് ആലോചിക്കുകയാണോ? അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ പുറത്ത് പോവാൻ റൂമിൽ പോണതിനെ പറ്റി ആലോചിക്കുകയായിരുന്നു. അല്ല, ഇനിയിത് വീട് റൂമല്ലേ, വീടോടെ പോകുന്നു. എനിക്കിന്ന് ചേട്ടൻ്റെ കൂടെ കിടക്കുക ഒരു കൊതി. അതെ, എനിക്ക് ഇല്ലാതെ ഉറങ്ങാൻ പറ്റൂല. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണല്ലേ? അതാകുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരുമിച്ച് തന്നെ ഇരിക്കാമല്ലോ. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് പോകുമ്പം നിങ്ങൾക്ക് കാണാൻ വല്ലപ്പോഴേ പറ്റൂല. അപ്പോൾ നമുക്ക് മൂന്നുപേർക്ക് ഒരുമിച്ചിരിക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്ക് എപ്പോഴും കാണുകയും ചെയ്യാം. നമുക്ക് പിന്നെ ബാക്കി സംസാരം നാളെ ആക്കിയാലോ? എന്ത് പറയുന്നു ജെ കെ? അതെ, ജെ കെ, നമുക്ക് നാളെ ആക്കാം. എനിക്കെല്ലാം കൂടെ ഒരുമിച്ച് കേട്ടിട്ടാണെന്ന് തോന്നുന്നു കഥ ഇറങ്ങുന്ന പോലെ. അതെ, ഞങ്ങൾ പിന്നെ അങ്ങോട്ട് പോട്ടെ. പിന്നെ നിങ്ങൾ പൊക്കോ. പിന്നെ ഞാൻ ഇന്ന് ഇവിടെയാണേ കിടക്കണം. നീ കിടന്നു, ആരും പറഞ്ഞ് കിടക്കണ്ടെന്ന്. നിൻ്റെ ഇഷ്ടം, ഇത് നിൻ്റെ വീട്, നിൻ്റെ റൂം, നീ കിടന്നു. അങ്ങനെ ജിമ്മിൻ്റെ റൂമിൽ വന്നിട്ട് ജെ കെ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു. എടാ നിൻ്റെ അഭിപ്രായം എന്താ? ഞാൻ വിചാരിക്കുന്ന അവൻ്റെ റൂട്ടിൽ നിന്ന് നമുക്ക് പണിയെടുത്താലോ എന്നാണ്. ഇതെവിടെ എത്തും? മിക്കവാറും അവൻ നമുക്കിട്ട് കാണണം, എല്ലാ ലക്ഷണവും കാണണം. എടാ എന്തായാലും അവനായിട്ട് വന്ന് നമ്മളടുത്ത് പെട്ടതല്ലേ, അവൻ നമുക്ക് ഇതുവഴി തന്നെ ഒരു പണി കൊടുത്താലോ? അതന്നെ ഞാനും ആലോചിക്കണത്. നമുക്ക് ഈ കല്യാണത്തിൽ സമ്മതമാണെന്ന് നാളെ അവൻ്റെ അടുത്ത് പറയാം. അവൻ അത് വീട്ടിലും പറയട്ടെ. എന്നിട്ട് കല്യാണം കഴിഞ്ഞിട്ട് നീ പറഞ്ഞാൽ പണി കൊടുക്കുക. നീ എന്ത്? അടുത്ത ദിവസം രാവിലെ ജിമ്മിനെ ഉറക്കി എണീറ്റ് ബെഡിലിരുന്ന് ജെ കെ പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു. എടാ നമ്മളിനി എങ്ങനെ പറയും? അത് പിന്നെ നമുക്ക് ഇവിടെ ഇനി പുറത്തു പോയിട്ട് പറയാം. നിനക്ക് ഡ്യൂട്ടി ഉണ്ടോ? ഓടാ ഉണ്ട്, ഞാൻ ഈവനിങ് വരൂ. ഈവനിങ് ഒരു എത്ര മണിയാവും? ഒരു 5 മണിയാവും. അപ്പം എനിക്കും വർക്കുണ്ട്, പോയിട്ട് വരാൻ വർക്ക് കഴിയണ പോലെ ഇരിക്കും. അപ്പം ഞാൻ ഒരു 5 മണിയാകുമ്പം നീ ഇറങ്ങിയിട്ട് എന്നെ വിളിച്ചാൽ ഞാൻ അപ്പം ഇറങ്ങാം പറഞ്ഞിട്ട്. അപ്പോൾ ഇത് ജെ കെ എടുത്ത് പറയണ്ടേ? നമുക്ക് ഇറങ്ങിയിട്ട് പറയാം, താഴെ പോയിട്ട് പറഞ്ഞിട്ട് പോവാം. അങ്ങനെ ജിമ്മിനും റെഡിയായിട്ട് ജെ കെയോട് സംസാരിക്കാൻ ജെ കെയുടെ റൂമിൽ പോകുന്നു. എടാ അവനെ ഇവിടെ ഒന്നും കാണാനില്ലല്ലോ. ഇവിടെ എന്തൊരു സൗണ്ട് കേൾക്കുന്നില്ല, ഇത് ഇടിക്കുന്ന പോലെ. ബാൽക്കണിയിൽ നിന്നാണ്, നമുക്കിപ്പോൾ നോക്കിയിട്ട് വരാം. നീ അത് കണ്ടോ? അവന് ബോക്സിങ് അറിയാം. ജെ കെ പറവി, അതിനിടെ നീ വൈകിട്ട് ഫ്രീ ആണോ? എന്താ? അല്ലെ നമുക്കൊന്ന് പുറത്ത് പോവാം, ഇന്നലെ പറഞ്ഞ കാര്യത്തിനെ പറ്റി സംസാരിക്കണ്ടേ? എനിക്ക് ക്ലാസ് തുടങ്ങുന്നവരെ ഞാൻ ഫ്രീ ആണ്. എനിക്ക് നെക്സ്റ്റ് വീക്കേ ക്ലാസ് തുടങ്ങുള്ളൂ. പോവാം. ഞങ്ങൾക്കിപ്പോൾ വർക്കുണ്ട്, അപ്പം ഞങ്ങൾ പോവാണ്. നീ റെഡിയായിട്ട് വന്നാൽ മതി നമുക്ക് ബീച്ചിൻ്റെ അവിടെ. അല്ലെങ്കിൽ നീ റെഡിയായിട്ട് എന്നെ വിളിക്ക്, ഞാൻ വന്ന് പിക്ക് ചെയ്യാം. റെഡിയായി നിന്നിട്ട് ഞാൻ വിന്ന് വിളിച്ചാൽ മതിയാ. നമ്പറില്ലാതെ ഞാൻ ആരെ വിളിക്കേ? അത് പറഞ്ഞത് പോയിൻ്റാണ്. നീ നോട്ട് ചെയ്തോ, ഞാൻ നമ്പർ പറയാം. അപ്പം ശരി, എന്നാൽ ഞാൻ റെഡിയായിട്ട് വിളിക്കാം, വന്നാൽ മതി. അങ്ങനെ ഈവനിങ് ഒരു 5 മണി ആ സമയത്ത് ബീച്ചിൽ ജിമ്മിനെ കാത്തിരിക്കുന്ന ജെ കെ. എടാ നീ ഇറങ്ങിയില്ലേ? എടാ ഞാൻ എത്താറാ, ഇതാ പറഞ്ഞു. പെട്ടെന്ന് വാ. എടാ നിങ്ങൾ എവിടെ നിൽക്കുന്നത്? ഞാൻ ഇവിടെ എത്തി, കാണാനില്ലല്ലോ. ഞങ്ങളൊരു ഐസ്ക്രീം കടയുടെ ഫ്രണ്ടിൽ, കാണാമോ? ഇല്ല. ഞാൻ കൈ പൊക്കി കാണിക്കുന്നുണ്ട്, നിനക്ക് കണ്ടൂടെ? ഒരു ബ്രൗൺ കളർ ഷർട്ട്. അത് നീയായിരുന്നല്ലേ, ഇതാ പറഞ്ഞു.
എന്താ പറയാൻ വന്നിട്ടൊന്നും മിണ്ടാതിരിക്കണ? എന്താ നിങ്ങളെ തീരുമാനം? എനിക്കൊക്കെയാണ്, എനിക്ക് പ്രശ്നമില്ല, ഞാൻ ആലോചിച്ചു. അപ്പോൾ ജിമ്മിന് ആലോചിച്ചില്ലേ? എടാ ആലോചിച്ച് എനിക്കും പ്രശ്നമില്ല, ഓക്കെയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്കും പ്രശ്നമില്ലാത്ത സ്ഥിതിക്ക് വീട്ടിൽ പറയാമല്ലോ അല്ലേ? നമുക്ക് പോയി പറയാം. അങ്ങനെ അവർ വീട്ടിലെത്തി. അപ്പച്ചി, ഞാൻ പറഞ്ഞില്ലേ ഇവർ രണ്ടുപേരും സമ്മതിക്കുമെന്ന്. അവർ സമ്മതിച്ചാ? പിന്നെ അല്ല, നമ്മളിപ്പോൾ സെറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാം അറിയായിരുന്നല്ലേ? ഞങ്ങളുടെ അടുത്ത് ഒരു വാക്ക് പറഞ്ഞോ നിങ്ങളാരെങ്കിലും? എന്തോന്നു ഈ കാര്യങ്ങളൊക്കെ അത് അവൻ പറയാമെന്ന് പറഞ്ഞിരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ ഇടയിൽ കയറി തൊക്കി വെടിവെക്കണം. എന്നാലും ഒരു ചെറിയ ക്ലൂ എങ്കിലും തരായിരുന്നു. അത് തന്നെ, എങ്കിൽ ഞാൻ അപ്പോഴേ ഓടി രക്ഷപ്പെട്ടേ. ഞാൻ പിന്നെ ഈ ഏരിയയിലോട്ടേ വരുമായിരുന്നു. എന്തോടെ? ഒന്നുമില്ല. ഗീതേ, പിള്ളേർ തമ്മിൽ സംസാരിച്ച് അവരൊക്കെ സെറ്റായി. അപ്പം പിന്നെ ഇനി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? അവർ സമ്മതിച്ചായിരുന്നു? എങ്ങനെ? എന്തോ അവർ മൂന്നുപേരും കൂടി പുറത്ത് പോയി വന്ന മൂന്നുപേരും കൂടി പറഞ്ഞ് നമുക്ക് കല്യാണത്തിന് സമ്മതമാണെന്ന്. അതെങ്ങനെയെന്നൊന്നും എനിക്കറിഞ്ഞൂടി. എനിക്ക് ഈ ചേക്കി ആയതുകൊണ്ട് ഒരു വശപിശക തോന്നുന്നുണ്ട്. അവ അങ്ങനെയൊന്നും ചെയ്യില്ല. എനിക്ക് ഈ രണ്ടെണ്ണത്തിനാണ് അവന്മാരും എല്ലാം വിരട്ടിയായിരിക്കും എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചത്. അത് കേട്ട അതിന് നമ്മളാണ് അമ്മമാർ പറയണത്. അമ്മമാരല്ല, നമ്മളെ അമ്മ. ജേക്കി ഇപ്പം നല്ല കൊച്ച്. അവനല്ലേടാ നമ്മളെ കൊണ്ട് വിരട്ടി ചെയ്യിപ്പിക്കണവരെന്ന്. എന്നിട്ടിപ്പോൾ നമ്മളാണ് ആ കൊച്ചിനെ വിരട്ടുന്നത്. കൊച്ച് വരും കൊച്ച്. പണ്ട് ഇവൻ ഇതേ സ്വഭാവമായിരുന്നു, അതിനൊരു മാറ്റവും ഇല്ല. ഓർമ്മ ഉണ്ടാടാ പണ്ട് നീ ആ കുളത്തിൻ്റെ സൈഡിൽ ഇരുന്നപ്പോൾ ഇവൻ പിറകിൽ നിന്ന് വന്ന് തള്ളിയിട്ടത്. എന്നിട്ട് ഇപ്പോൾ ഒരൊറ്റ ഓട്ടം. പക്ഷെ ഞാൻ ഇല്ലായിരുന്നെങ്കിൽ അന്നേ പടാവുള്ളായിരുന്നു നീ. ഓർമ്മയുണ്ട്, ഓർക്കുന്നു. ബാക്കി എന്നാ വിമ്മി കലക്കിയിട്ട് നമ്മൾ ഒരാഴ്ചത്തോളം ആശുപത്രിയിലായിരുന്നു, അത് നീ ഓർമ്മയുണ്ട്? അതെ, അത് ജന്മത്തിൽ മറക്കും. അന്ന് ഇളവിയ പോലെ ഇളക്കം, എൻ്റെ വയറ് വരെ ഊരിപ്പോയി. അതൊക്കെ നീ ഓർക്കുന്നുണ്ട്? മറക്കാൻ പറ്റുന്നതൊന്നും അല്ലല്ലോ അവൻ തന്നു കൂട്ടിയതൊന്നും. എന്തായാലും അവനൊക്കെയുള്ള പണി ഉടനെ തന്നെ രസണം. കല്യാണം കഴിഞ്ഞാൽ പോലും അത് തന്നെ, കല്യാണം കഴിഞ്ഞാൽ പോലും അത് തന്നെ. അവന് എന്തോന്ന് കോളേജിലൊക്കെ പോകണ്ടേ? അപ്പം നമുക്ക് പണി ഒപ്പിക്കാം. നമുക്ക് ഒരുപാട് കണ്ടന്റ് ഉണ്ട്. അന്ന് അവൻ കുഞ്ഞായിരുന്നു, ഇപ്പം നമ്മൾ വലുതാണ്. എന്തായാലും ഇളവിന്ന് മനസ്സിലായി. ഓക്കെ, നമുക്ക് എന്തായാലും സെറ്റ് ചെയ്യാം. ഇളവൽ എന്നും എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്കറിയാമല്ലോ. എന്തായാലും ഞങ്ങളൊന്ന് അടുത്ത ആഴ്ച വരാം. ഈ കാര്യങ്ങളൊന്ന് കുറച്ചുകൂടെ വിശദമായിട്ട് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കേണ്ടവരടുത്ത്. അതിപ്പോൾ ചോദിച്ച് മനസ്സിലാക്കാനൊന്നുമില്ല. അവർ മൂന്നുപേരും ഹാപ്പിയാണ്. പിന്നെ നമുക്ക് ഒരു വർഷമോ 6 മാസമോ അതിനകത്ത് വെച്ച് നമുക്ക് കല്യാണം നടത്താം. ചേട്ടൻ എന്തായാലും എന്ന് വരും? ഇനി ചേട്ടനെ വിളിച്ച് പറയണം, അത് ഞാൻ മറന്നുപോയി. നന്നായി. നീ പറയണില്ലേ ചേട്ടൻ്റെ അടുത്ത്? ചെറുതായിട്ടൊന്നും ഓർമ്മിപ്പിക്കണം പോയി. അപ്പം പിന്നെ അത് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും ഞങ്ങളൊന്ന് അടുത്ത ആഴ്ച വന്ന് നോക്കാം. JKയുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടൊക്കെ പോവാമല്ലോ. JKയുടെ എന്തോ കാര്യം? അവന് ക്ലാസ് തുടങ്ങിയില്ലല്ലോ. ക്ലാസ് തുടങ്ങാത്തവരെ അവൻ നല്ല കൊച്ചാണ്. അതല്ല, കല്യാണത്തിൻ്റെ കാര്യമൊന്നും ചോദിക്കണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് വരാമെന്ന് പറഞ്ഞത്. അതല്ലേ ഞാൻ ഇപ്പം നിൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ മൂന്നുപേരും കൂടി പോയി സംസാരിച്ച് ഓക്കെയാണ്. എന്തായാലും ഒന്ന് JK അടുത്ത് ചോദിച്ച് എന്നാണ് കല്യാണം എന്നൊക്കെ അവൻ്റെ അഭിപ്രായം കൂടെ അറിയണ്ടേ. എന്നാണ് കല്യാണം എന്ന് അവൻ്റെ അടുത്താണോ ചോദിക്കുന്നത്? നമ്മളല്ലേ തീരുമാനിക്കണം. നീ വെച്ചിട്ട് പോ, ഞാൻ എന്തായാലും അടുത്ത ആഴ്ച വന്നോളാം കേട്ടാ. അടുത്ത ആഴ്ച നീ വന്നിട്ട് ഇനി അവൻ്റെ അടുത്ത് പോയി ചേരും എന്ന് കല്യാണം എന്നിട്ട് അവർ ഫിക്സ് ചെയ്യുമ്പോൾ നമുക്ക് പോയി കൂട്ടിയിട്ട് വരും. എടാ, ഇതാണ് പറയണം, മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കില്ലെന്ന്. നീ അത് കേട്ടായിരുന്നു? എനിക്ക് തോന്നി, വെറുതെ അല്ല ഈ സ്വഭാവം എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് ആലോചിച്ചുകൊണ്ട് നടക്കുകയായിരുന്നു. ഇപ്പോഴാണ് പിടി കിട്ടി. ഉറവിട ഇവിടെ നേരും. നിങ്ങൾ രണ്ടും അവിടെ എന്താ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, അമ്മമാരുടെ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എങ്ങനെയുണ്ട്? ഗംഭീരം. നിങ്ങളിതിപ്പോഴാണല്ലേ കേൾക്കണത്? എനിക്കിത് കേട്ട് ബോറടിച്ചത്. അപ്പം നീ ഇത് ഡെയിലി കേൾക്കാറുണ്ടായിരുന്നു? പിന്നെ അവിടെ ആയിരുന്നപ്പോൾ അമ്മമാർ വിളിച്ച് ഇതേ തന്നെ സംസാരം. എന്തെങ്കിലും പറഞ്ഞ് അവസാനം അടിയുണ്ടാക്കി, പിന്നെ വിളിച്ച് സംസാരിച്ച് ഇടയ്ക്ക് വെച്ച് കരഞ്ഞൊക്കെ അലിമ്പ് പിള്ളേർ. അങ്ങനെ ഉണ്ടായിരുന്നല്ലേ, ഞങ്ങളിതൊന്നും അറിഞ്ഞില്ലായിരുന്നു. ഇനിയിപ്പോൾ അറിയാമല്ലോ, സമാധാനമായി. അപ്പോൾ വീട്ടുകാരും ഇങ്ങനെ ആയ സ്ഥിതിക്ക് നമ്മളിങ്ങനെ ആയില്ലെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷം കല്യാണക്കാരൻ സംസാരിക്കാനായി JKയുടെ അമ്മയും അച്ഛനും നാട്ടിലേക്ക് വരുന്നു. ഒപ്പം വീട് അച്ഛനും.
മീനേ, അമ്മ നോക്കമ്മ, ഹോണും ബെല്ലൊക്കെ അടിച്ച് മീൻകാരൻ വന്ന് നിൽക്കുന്നു. പോയി നോക്കിയേ. മീൻകാരൻ അങ്ങനെ ബെല്ലൊന്നും അടിച്ച് വരൂലല്ലോ. എനിക്കറിഞ്ഞൂടാ, വെളി വന്നിരുന്ന് വിളി വിളിച്ചോണ്ടിരിക്കുന്നത്. പോയി നോക്ക്, സമാധാനം തരൂല ഇപ്പം. ഞാൻ പോണ്. ആ ഗീതയെ നിങ്ങൾ വന്നോ? ആ മനുഷ്യൻ നിങ്ങളും വന്നോ? നമ്മളെ മൂത്ത പുത്രനെവിടെ? അവനകത്തുണ്ട്. എന്താ? അല്ല, എനിക്ക് അവനെ ഒന്ന് കാണണം. ഇവിടെ ഏതോ മീൻകാരൻ വന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞ്. അതാ അവൻ പറഞ്ഞിരുന്നു, എൻ്റെ അടുത്തും പറഞ്ഞിരുന്നു, ആരോ മീനേന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. അത് ഞാൻ നിന്നെ വിളിച്ചതാണ്. മീനാക്ഷിര മീനേന്ന് വിളിച്ചതാണ്. ഓ, നിങ്ങളെ വിളിയേട്ടപ്പോൾ അവൻ വിചാരിച്ച് മീൻകാരൻ വന്നിരിക്കുന്നത്. അതിപ്പോൾ അവനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. നിങ്ങൾ എന്നെ വിളിക്കണ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ അങ്ങനെ തോന്നാറുണ്ട്. ഓ, അത് ശരി. ഓ, അച്ഛ എപ്പോൾ വന്ന്? ഞാൻ വന്നിട്ട് 19 വർഷമായി. നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ അകത്ത്. അയ്യോ, അതാ അച്ഛൻ മീൻകാരൻ വന്നിരുന്നു. അച്ഛൻ വന്നാൽ ഞാൻ കണ്ടില്ലായിരുന്നു. ഇപ്പോൾ വന്ന മീൻകാരൻ പോയായിരുന്നു അമ്മ? മീൻകാരൻ അല്ല, അത് ഞാനാണ്. മീനെ നിൻ്റെ അമ്മയെ വിളിച്ചതാണ്. നല്ല വോയിസ്. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട് കേട്ടോ. ഞാൻ ഒരു മാഫിയ ഉണ്ട്. അതേ സ്വഭാവം തന്നെ ആ പേട്ട് വീക്കും കിട്ടി. അവനാണെങ്കിലും ഇതേപോലെ. മാഫിയാസിനൊന്നും ഒരു വിലയില്ലാതെ വന്നു. വീൻ ചേക്ക് എവിടെ? ആ ഗീത അവർ മേളിലുണ്ടടി. അതോ വരുന്നുണ്ടല്ലോ രണ്ടും തോളിക്കേട്ട്. അവൻ പണി തുടങ്ങിയിട്ടുണ്ട്. എന്തോ കട? ഒന്നുമില്ല. എന്തോ പറഞ്ഞു പോലെ തോന്നി. അതമ്മയ്ക്ക് പലപ്പോഴും ഇത് തന്നെ തോന്നണം. ഇനിയിപ്പോൾ എൻ്റെ കുറ്റമാണല്ലോ അല്ലേ. അപ്പച്ചിക്ക് എങ്ങനെ, സുഖം തന്നെ? ഓടാ സുഖം. പിന്നെ ജേക്ക് എങ്ങനെ? നിങ്ങളുടെ അടുത്ത് വല്ലതും മുമ്പത്തെ പോലെ വല്ല പ്രശ്നമുണ്ടോ? ഏയ്, മുമ്പത്തെ പ്രശ്നമൊന്നുമല്ലേ, ഇപ്പോൾ പുതിയ പ്രശ്നങ്ങളാണ്. വി എപ്പോൾ വന്ന്? ഞാൻ വന്നിട്ട് കുറേ നാളായി അപ്പച്ചി. പിന്നെ ഞങ്ങൾ വന്ന എന്തിനെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. എന്തായാലും നമുക്കിപ്പോൾ എൻഗേജ്മെൻറ്റ് നടത്തിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് കല്യാണം നടത്തിയാൽ പോരെ? എന്ത് പറയുന്നു? അത് പറ്റൂല. ജേക്കെ, നിനക്കല്ലായിരുന്നു ഇവരെ രണ്ടുപേരെയും കെട്ടണമെന്ന് ആഗ്രഹം. നീ എന്നെ അനുഭവിച്ചു. അവന്മാർക്ക് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണ്. എൻ്റെ അഭിപ്രായം അതൊക്കെ തന്നെ അച്ഛാ. എന്തിനിപ്പോൾ 1 വർഷമൊക്കെ നീട്ടണം? എൻ്റെ സ്റ്റഡീസ് ഓർത്തിട്ടാണെങ്കിൽ അത് ഞാൻ ഇവിടെ നിന്നല്ലേ ചെയ്യണം. അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ. ഇപ്പം അവന് കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് ഇപ്പോൾ ഇവിടെ ആർക്കാണ് കുഴപ്പം? അതന്നെ, ഇവിടെ ഇപ്പോൾ ആർക്കാണ് കുഴപ്പം? മാഫിയാണ് ഞാൻ, വെടിവെച്ചളയില്ലാത്തിന്. നീ മാത്രമല്ല, ഞാനും ഇവിടെ മാഫിയാണ്. ഒരു പൊടിക്കൊക്കെ അടങ്ങ് നടത്തി തരാം. ഓക്കെ, അപ്പം നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിച്ചോ. വാ ബേബി, പോവാം. ഇവിടെ പോണ രണ്ടും കൂടെ ഞാൻ വരണ്ടേ? വന്ന് കയറടെ ഇടയിലൊക്കെ. ശരി. എടാ, ഇതിലെന്തോ ഒരു പന്തികേട് ഉള്ളതുപോലെ. മുമ്പ് ഇവരിങ്ങനെ ആയിരുന്നില്ലല്ലോ. അതന്നെ, ജേക്ക് ഇവർക്ക് പണി കൊടുക്കാൻ വേണ്ടി മാത്രം ജനിച്ചു കളിച്ച സ്വഭാവമുണ്ട്. അതിലിപ്പോൾ 3 കൂടെ പോണ പോക്കുണ്ട്. എന്തോ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട്. സൂക്ഷിക്കണം നമ്മളെല്ലാവരും. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് വീടോടെ ഇടിച്ച് തലയിട്ട് തരാൻ തന്നെ എന്തോ 3ൻ്റെയും പ്ലാൻ. അതിനിടയ്ക്ക് നമ്മൾ എവിടെയെങ്കിലും മാറിയിരിക്കുകയാണ് നമ്മളല്ലേ ലൈഫിന് സേഫ്. അത് തന്നെ. അങ്ങനെ 1 മാസത്തിന് ശേഷം 3 പേരുടെയും കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ്. എടാ, ഇപ്പം നമ്മളെ കയ്യിലാണ്. ഇനി നമ്മൾ ഇവൻ എന്ത് ചെയ്താലും വീട്ടുകാരും ഇടപെടില്ല. അപ്പം നമുക്ക് പണി തുടങ്ങിയില്ല. നല്ല പണി ഇപ്പം തന്നെ കൊടുത്തു തുടങ്ങണം. എന്താണ് പ്ലാൻ? ഇപ്പോൾ നീ ഇനി പറ, എന്തെടുത്താലും നീ നിൻ്റെ ഒരു പ്ലാനും കൊണ്ട് വരും. എടാ, ഞങ്ങൾ മാഫിയാസൊക്കെ ഒരു പ്ലാൻ ചെയ്താണ് ഓരോന്ന് ചെയ്യണത്. മനുഷ്യൻ കഷ്ടപ്പെട്ട് ഓരോരോ പ്ലാൻ എടുക്കപ്പോഴാണ് അവൻ അത് പറ്റൂല ഇത് പറ്റൂല, ഇനി നീ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. എടാ, ഞാൻ എടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നീ തുടങ്ങും. അപ്പോൾ ഞാൻ അങ്ങനെ കൂടെ പിടിച്ചോളാം. ഇത് ആദ്യത്തെ വട്ടം ഞാൻ തുടങ്ങിയില്ലേ, 2ാമത്തെ വട്ടം നീ തുടങ്ങി, ഞാൻ കൂടെ പിടിച്ചോളാം. ചെല്ല് നെർവസായി നിൽക്കുന്ന ജേക്കേൻ്റെ അടുത്ത് സംസാരിക്കുന്ന മീനയും ഗീതയും. എന്നാ ചേക്കിയപ്പാല് നീ എന്തിനാ വേർക്കുന്ന? ടെൻഷനൊന്നും ആവേണ്ട കേട്ടോ. പേടിയൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു പേടി. അവരൊക്കെ നമുക്കറിയാമെന്നുള്ളവരല്ലേ, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അമ്മയ്ക്ക് അറിഞ്ഞൂടെ, എന്നാലും ടെൻഷനൊക്കെ വരും. എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനത്തെ ഞാൻ പൊക്കോളാം. നീ ചുമ്മാ ഓരോന്ന് പറഞ്ഞ് ജേക്കെ പേടിപ്പിക്കാതെ. പ്രശ്നമൊന്നുമില്ല മക്കളെ, അതെൻ്റെ മക്കളല്ലേ, അവന്മാർ കിഴങ്ങുകളാണ്. അവിടെ എവിടെ ഇനി കിടന്ന് ഉറങ്ങണമായിരിക്കും. നീയും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്. പേടിക്കൊന്നും വേണ്ട കേട്ടാ. നല്ല അമ്മ, മക്കൾ കിഴങ്ങാണെന്ന് എന്ത് പ്രൗഡായിട്ടാണ് പറയണത്. ജേക്കെ നീ പോണില്ലേ? ആ അപ്പച്ചി പോണ്. അങ്ങനെ ജേക്കെ റൂമിലെത്തുന്നു. അതേ അവൻ വന്നു. ജേക്കെ വന്ന് ഇരിക്കുക. എന്ത് ചെമ്മീൻ നിനക്ക്? ചെറുതായിട്ടൊന്ന് നമ്പൂതിരി പശ പിടിച്ചതാ. എങ്ങനെയുണ്ട്? എന്തിനീ പാതിരാത്രി നമ്പൂതിരിയൊക്കെ പിടിക്കുന്നു? ചുമ്മാ ഇരിക്കട്ടെ, നമ്മളെന്ന് ഫസ്റ്റ് നൈറ്റ് അല്ലേ, അവൻ വിചാരിക്കും കുറച്ച് ഡീസൻ്റ് ആവണം. തലയ്ക്ക് സുഖമില്ലെന്നേ വിചാരിക്കുള്ളൂ. എന്താ ചേക്കാ, നീ ടെൻഷനാണോ? ഇല്ല, നിങ്ങളോ? ഞങ്ങളോ? എനിക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടോ? ജമിനേട്ടനെ കണ്ടിട്ട് ഭയങ്കര ടെൻഷനായിട്ട് ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നിയിരിക്കുന്നു. അങ്ങനെയൊക്കെ തോന്നണല്ലേ? എനിക്കും തോന്നി. എന്താ നീ ടെൻഷൻ അടിച്ചിരിക്കുന്ന കണക്ക്? എനിക്ക് ടെൻഷനൊന്നുമില്ല. നിങ്ങളെ 3 പേരെ എനിക്ക്
നന്നായിട്ട് കാണാം. നന്നായി. പറ ചേക്ക്, എന്തൊക്കെയുണ്ട് വിശേഷം? എടാ അത് മതില്ല ജിമ്മിൻ. ചേക്ക് എവിടെയുടെ കണ്ണ് കാണാതെ നിനക്കെങ്കിൽ അടിച്ചിട്ടുണ്ട്. ചെറുതായിട്ട്. നിന്റെ ആ ഒരു മറ്റേ പൊടി എന്തോ ഇരിക്കണുണ്ട്, കൊള്ളാല്ല സാധനം. കേട്ടില്ല, ഞാനും അടിച്ചിട്ടില്ല. എവിടെ നിൽക്കണ റൂം മൊത്തം ആരൊക്കെ നിൽക്കണ പോലെ ഉണ്ട്. എനിക്ക് അറിഞ്ഞോണ്ട് റൂമൊക്കെ കറങ്ങണാണ്. ഇപ്പൊ ചേക്ക് എവിടെ നമ്മളെവിടെ തപ്പു? ജേക്കി നീ എവിടെ നിൽക്കണ? ഒന്ന് അടുത്ത് വരുമോ? നിങ്ങൾക്ക് രണ്ടുപേർക്ക് എന്ത് പറ്റി? എന്താ അങ്ങോട്ട് തിരിഞ്ഞെന്ന് സംസാരിക്കണ? ഞാൻ നിങ്ങളുടെ പിറകിലാണ് നിൽക്കണം. പിറകിലൊക്കെ പോയി ഒളിച്ചാടെ നിൽക്കണത്. മനുഷ്യനെന്നത് കണ്ണും കണ്ടൂടെ ചെവിയും കേട്ടൂടെ ഏത് ജില്ലയെന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ. അപ്പോഴാണ് പറകെ പോയിക്കണം. ഒന്ന് തിരിക്കുക ആരെങ്കിലും എന്നെ ഒന്ന്. ഞാൻ വരുന്നുണ്ട്, ഇപ്പം കാണാമോ? ആരാ പിറകിൽ? പിറകിലാര്? നിങ്ങൾ 4 പേരില്ലേ? 4 പേരാ? എന്താ ജിമ്മിൻ? ഒന്നുമില്ല, എന്നെ ഒന്ന് എവിടെയെങ്കിലും ഒന്നും കൊണ്ടിരുത്തുമായിരിക്കും. തല ഇറങ്ങണേ. ജിമ്മിൻ നിങ്ങൾ അടിച്ചിട്ടുണ്ടോ? കണ്ടിട്ട് തോന്നണുണ്ട്. പിന്നെ റൂം താഴെ നിൽക്കുന്ന പിറകിൽ 4 പേര്. സത്യം പറ ജിമ്മിൻ, നീ അടിച്ചിട്ടില്ലേ? അടിച്ചിട്ടൊന്നുമില്ല. അവിടെ ഒരു വെള്ളം ഒരു പൊടി ഇരിക്കണുണ്ട്. അത് കണ്ടപ്പോൾ ഉപ്പെന്ന് വിചാരിച്ചൊന്ന് നക്കി നോക്കിയതാ. കൊള്ള സാധനം. ഓഫ്, കണ്ട ഡ്രഗ്സൊക്കെ വലിച്ച് കയറ്റിയിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ട് വീ നിൽക്കുന്ന കണ്ടില്ലേ? വീക്കൊരു കൂസലും ഇല്ലല്ലോ. നീ ശ്രദ്ധിച്ചു നോക്കാത്തോണ്ട് അവനെ സൂക്ഷിച്ചൊന്ന് നോക്കിയേ നീ. വീ എന്താ അവിടെ ഒറ്റയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്ന? ആരെടുത്താ സംസാരിക്കണ? അവ അടിച്ചതിൻ്റെ ബാക്കിയായിരുന്നു ഞാൻ അടിച്ചപ്പോൾ. കിളിയെല്ലാം പറന്നാ നടക്കണം. ഇല്ല, എന്നാലും വീ അത് ആരെടുത്ത് സംസാരിക്കണം? അതൊന്നും അല്ല ചേച്ചി, അവ അതിൻ്റെ അടുത്ത് സംസാരിക്കണം. ആഹാ, കൊള്ളാം. ഞാൻ അതിനെ പോയി ഒന്ന് വിളിച്ചിട്ട് വരാം. ശരി, എന്നെ ഒന്ന് എവിടെയെങ്കിലും ഒന്ന് നിർത്തും. തല ഇറങ്ങുന്നു. നീ ഇതാ ഈ ബെഡിലിരുന്നോ, ഞാൻ അവനെ പോയി. വീ എന്താ ജെക്കെ? നീ ഇത്രയും നേരം ഞാൻ പറഞ്ഞോന്ന് അപ്പം കേട്ടില്ലേ? കേട്ട് വാ, ഇങ്ങോട്ട് ഇരിക്കാം, നമുക്ക് ബെഡിൽ പോയി ഇരിക്കാം. ഒന്ന് ബെഡ് ഇതോ അവിടെ അല്ലേ കിടക്കണം? നീ ഇതെവിടെ വിളിച്ചോണ്ടാണ്? ബെഡ് ഇവിടെയാണ് വീ കിടക്കണ. അതിനവിടെയെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടെത്തിപ്പോരെ ഇരുത്തോ. എടാ വീ, നീ എപ്പോൾ വന്ന്? ഞാൻ വന്നിട്ട് കുറച്ചേരായി. നീ എപ്പോൾ വന്ന് ജിമ്മിൻ? എടാ എനിക്കൊന്നും പറയാനില്ലടാ. നീ ഇപ്പോൾ ഒന്നും പറയണ്ടടാ. അപ്പച്ചി വെറുതെ അല്ല അത്രയും പ്രൗഡായിട്ട് പറഞ്ഞത് എൻ്റെ മക്കൾ കിഴങ്ങുകളാണ്. ഇപ്പോഴാണ് എൻ്റെ ടെൻഷനൊക്കെ ഒന്ന് മാറിയത്. എനിക്ക് എങ്ങനെ ഇരുന്നാൽ മതി, നമുക്ക് തുടങ്ങിയല്ലോ. ടെൻഷൻ പോയിരുന്നേയിരുന്നു, മരിക്കുന്നു. അത് തന്നെ, നിങ്ങളവിടെ നിന്ന് സംസാരിച്ച് സമയം കളയില്ലേ? ഞാൻ ഇവിടെ എത്ര നേരം കൊണ്ട് വെയിറ്റ് ചെയ്യാം. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, പിള്ളേരെ നിങ്ങൾ എണീച്ചില്ലേ? വീ, അമ്മ വരണ. എടാ ജിമ്മിന് അമ്മ വിളിക്കണം, എണീക്ക്. ഇതെന്താ ഇവിടെ കിടക്കുന്നത്? മറന്നുപോയി. ഓടാതെ എണീക്കണന്നെ. ആരൊക്കെ അടിച്ച നല്ല വേദന. ആരൊക്കെയല്ല, നമ്മൾ രണ്ടുപേരും കൂടെ ഒരുത്തന്നെ അടിച്ച വേദന. ആടാ, ഞാൻ കഴി മറന്നുപോയി. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പക്ഷെ എന്തായാലും അവനിട്ട് 2 കൊടുത്തില്ലേ, ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഞാനും മറന്നുപോയി. ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ ചെറിയ സങ്കടം ഉണ്ടെങ്കിലും എനിക്കെന്തോ ഐസി വീഴുന്ന സന്തോഷം. എടാ അവ എണീക്കണ പോലെ, നമുക്ക് കിടന്നാലോ? എടാ ഇപ്പം എണീക്കാം, നമുക്ക് ഓടിയാലോ? നീ എന്തുണ്ട് ഓടണത്? ഇന്നെന്ത് പോലീസ് അടിക്കാൻ വരുന്നു? നിങ്ങൾ എഴുന്നേറ്റ്. അമ്മ, എന്നെ കൊണ്ട് എണീക്കാൻ പറ്റാനില്ല. നോക്കിയും കണ്ടൊക്കെ എണീച്ചാൽ മതി. പതുക്കെ എണീച്ചാൽ മതി. ചൂടുവെള്ളം വല്ലതും വേണോ? മിണ്ടല് രണ്ടും. എങ്ങനെയുണ്ട്? നല്ല സുഖമുണ്ട്. എടാ ഇവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല. അമ്മ ഒന്ന് വിളിച്ചിട്ട് പോയി താഴെ വരാൻ പെട്ടെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ പോവും, ഞാൻ എങ്ങനെ വരും? എനിക്ക് നടക്കാൻ കൂടി പറ്റണില്ല. അതെന്താ നിനക്ക് നടക്കാൻ പ്രശ്നം? ഇനി ഞാൻ പറഞ്ഞു തരണമായിരിക്കും. അതും പറഞ്ഞ് വീ എഴുന്നേറ്റ് ബാത്റൂമിലോട്ട് പോന്നു. ജയിക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യട്ടെ? എന്തായാലും ഹെൽപ്പ് വേണം. ഞാൻ പറയണ കേൾക്കാതെ നിൽക്കാതെ വീ എവിടെ പോയത്? വീക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയിരുന്ന. എടാ അവൻ മാഫിയല്ലടാ. അവ നമ്മൾ പറയണൊന്നും അങ്ങനെ കേൾക്കൂലല്ലോ. വലിയ മാഫിയ. കേൾപ്പിച്ച് ഞാൻ കാണിച്ചു തരാം. വീരകാര്യത്തിൽ ഒരു തീരുമാനമായി. എന്തോന്ന് വായിക്കാത്തിട്ട് പറയണത്? അനിയനെ പറഞ്ഞത് പിടിച്ചില്ലേ? അല്ല, ഞാൻ വീണെ വിളിക്കട്ടാന്ന് ചോദിച്ചത്. എന്തിനി? ബാത്റൂമിൽ പേരിക്കണ ആളെ വിളിച്ച് ഇവിടെ ഇരുത്തിയിട്ട് എന്ത് ചെയ്യാൻ? നിനക്ക് വയ്യേ? എനിക്ക് വയ്യ തന്നെ. അതെനിക്ക് തോന്നി. നീ വാ തുറന്നാ നിന്റെ... ഇപ്പൊ ഞാനായി കുറ്റക്കാരൻ. നീ എന്നെ കുറ്റക്കാരൻ. നിന്റെ അനിയനെ പറഞ്ഞപ്പോ നിനക്ക് പിടിച്ചില്ലല്ലോ. നീ എന്തിനു ചുമ്മാ അവനെ കയറി പറയണ? പിന്നെ അവൻ ഞാൻ പറഞ്ഞ കേൾക്കാൻ നിൽക്കാതെ കയറി ബാത്റൂമിനകത്ത് അടയിരിക്കാൻ പോയല്ലോ. ഇവിടെ എന്തോന്ന് ചന്ത ചെയ്ത്? നീ കാരണമാണ് ഇപ്പൊ ഇവിടെ ഫുൾ അടിയായ.
ഞാൻ എന്തോ ചെയ്ത്? ഞാൻ ബാത്റൂമിൽ പോയി എനിക്ക് നിങ്ങൾ അടി കൂടിയത് ഞാനാണ് പ്രശ്നക്കാരൻ. നീ ഫസ്റ്റ് മാനേഴ്സ് കാണിക്കാൻ നോക്കാം. അവൻ പറഞ്ഞുകൊണ്ടിരിക്കില്ല. അതിനിടയ്ക്ക് നീ എവിടെ പോയത്? എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടിയാൽ പിന്നെ എനിക്ക് എഴുന്നേറ്റ് പോകണ്ടേ? എന്നാലും അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. എന്നാൽ പിന്നെ അവൻ്റെ അടുത്ത് എൻ്റെ കൂടെ ബാത്റൂമിൽ വന്നിരുന്ന് പറയാത്ത എന്ത്? മതി, നിർത്ത്. ഇനി ഇതും പറഞ്ഞ് അടി ഉണ്ടാക്കണ്ട. എന്നെ ഇത്തിരി ആരെങ്കിലും ബാത്റൂമിലാക്കി തരുമോ? ജിമിൻ കൊണ്ടാക്കിക്കൊട്. എന്ത് നീ എവിടെ പോണ്? എനിക്ക് ഡ്രസ്സ് മാറ്റണം. ഞാൻ ഇപ്പോൾ കുളിച്ചിട്ട് വന്നല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ നിനക്ക് കൊണ്ടാക്കിക്കൂടെ? നിനക്കും ഉണ്ടാക്കിയെന്ത്? നീക്കും ബാത്റൂമിൽ പോകണ്ടേ? അപ്പോൾ നിങ്ങൾ കൂടെ പോയിട്ട് വാ. എൻ്റെ വായിരിക്കണ നീ കൊണ്ടാക്കും. നീ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായി ഇവിടെ. അപ്പം നീ ഒന്നും ചെയ്തിട്ട്? നീ കാരണമല്ല ആദ്യം തുടങ്ങി അവൻ ചുമ്മാ ഇരുന്ന് വെക്കിട്ട് കയറാൻ തുടങ്ങിയത്. അതിന് നീയല്ല അവൻ്റെ കൂടെ ഇരുന്ന് അടിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇടയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്തല്ലേ ഉള്ളൂ. ഇടയ്ക്ക് ഒന്ന് ജോയിൻ ചെയ്തിട്ട് കുറച്ച് സമയമേ ഉള്ളൂ. നീയാണ് ഇത്രയും നേരം അടി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പം നീ ബാത്റൂമിൽ കൊണ്ടുപോകും. ആളെ നീ തന്നെയാണ്. നീ കൊണ്ടാക്കിയ രണ്ടുപേരും നിർത്തിക്കോ. ഞാൻ പൊക്കോളാം എഴുന്നേറ്റ്. വണ്ടീൻ്റെ അടുത്ത് കൊണ്ടാക്കി തരാൻ പറഞ്ഞ് എന്നെ വേണം പറയാം. അല്ല, എനിക്ക് കുഴപ്പമില്ല, ഞാൻ കൊണ്ടാക്കി തരാം. പിന്നെ ഒന്ന് എഴുന്നേറ്റ് വരുമോ? ഇനി ഇതും പറഞ്ഞ് ഇനി അടി ഉണ്ടാക്കാൻ നിന്ന് എൻ്റെ കൈയിരിക്കണ വാങ്ങി. ജിമ്മിനും ജെയ്ക്കയും അങ്ങനെ വാഷ്റൂമിൽ പോയി. വി അവിടെ ഡ്രസ്സ് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അമ്മ താഴേക്ക് വിളിക്കും. എന്താ അമ്മ വിളിച്ചേ? എടാ, നിൻ്റെ അച്ഛൻ പോവാൻ നിൽക്കുകയാണെന്ന്. ഓ, അച്ഛൻ പിന്നെ പോയിട്ട് എപ്പോൾ വരും? പോയിട്ട് ഇനി ഇവിടെ വരണ എന്തിനടേ? നിങ്ങളൊക്കെ കല്യാണം കഴിഞ്ഞില്ലേ? ഞാൻ സുഖമായിട്ട് അവിടുത്തെ ഒന്ന് ഇരിക്കട്ടെ. അപ്പം അച്ഛൻ അമ്മേനെ വേണ്ടേ? അത് വേണം, വിളിച്ചോണ്ട് പോവാ എന്നെങ്കിലും ഒക്കെ. എന്നെങ്കിലും ഒന്ന് അയാൾക്ക് എന്നെങ്കിലും വിളിച്ചിട്ട് പോയാൽ മതി. ഇപ്പം പോകുമ്പോഴേ എന്നെ കൂടെ കൊണ്ടുപോകാൻ വയ്യ. അത് ബുദ്ധിയുണ്ട് കേട്ടോ, ഞാൻ അത് മറന്നുപോയി. നീ വരണുണ്ടോ? ഇപ്പം ഞാൻ പറഞ്ഞിട്ടല്ലേ ചോദിച്ചത്. ഞാൻ പറഞ്ഞില്ല നിങ്ങളെ കൂടെ, നിങ്ങൾ ഒറ്റയ്ക്ക് പോയാൽ. എടാ, അപ്പം ശരി, എന്നാൽ ഞാൻ ഹാപ്പി ജേണി ആയിട്ട് പോയിട്ട് വരാം. ബൈ. അച്ഛൻ അപ്പം പോയിട്ട് അച്ഛനുള്ളത് കിട്ടിയില്ലേ? പിന്നെ ഒറ്റയ്ക്ക് പോണതിൻ്റെ ഒരു സുഖം വേറെയാ. അതിപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. അത് പറഞ്ഞപ്പോഴേ രാവിലെ തന്നെ ഒരു പൊട്ടലും ചീറ്റലൊക്കെ കേൾക്കണ കേട്ടു. അതിവിടം വരെ കേട്ടോ? പിന്നെ എന്താ സൗണ്ട് പ്രൂഫാ? അങ്ങനെ പലതും സംഭവിച്ച്. അങ്ങനെയല്ലേ ഇപ്പം എനിക്ക് മനസ്സിലായി. അച്ഛൻ എന്തോ ഒറ്റയ്ക്ക് പോകണം, അമ്മയെ കൊണ്ടുപോകണില്ല എന്നൊക്കെ പറയണതിൻ്റെ ഒരു ഇത് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. മുമ്പൊക്കെ വിചാരിച്ച അച്ഛൻ അമ്മയെ കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല, ഇഷ്ടമില്ലാത്തതുകൊണ്ടാണെന്നൊക്കെ. ഞാൻ വരട്ടെ അച്ഛാ കൂടെ? നീ ഒന്ന് ജെയ്ക്കെ എടുത്ത് ചോദിച്ചിട്ട് വന്നു. ജെയ്ക്കയുടെ അടുത്ത് ചോദിച്ചാൽ ജെയ്ക്കെ വിടുമായിരിക്കും. ജിമ്മിൻ ആദ്യണ്ടി എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല. നീ പെട്ടടാ മക്കളെ. ഇപ്പം ശരി, എന്നാൽ ഞാൻ പോട്ടെ. ഇനി എന്തെങ്കിലും കാണാം. അച്ഛൻ വരുമ്പോഴത്തേക്ക് ഞാനും ജിമ്മിനും ഒന്നും പടമായില്ലെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. ഇല്ലെങ്കിൽ അച്ഛൻ വന്ന് ഫോട്ടോയെങ്കിലും കണ്ടോ? എടാ, ഞാൻ മറ്റേ മോളി വെച്ചെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും കാണാമല്ലോ. ശരി, എന്നാൽ അച്ഛൻ പോയിട്ട്. ആടാ ശരി. ജിമ്മിൻ്റെ അടുത്തും ജെയ്ക്കെ അടുത്തും കൂടെ പറ, അവരെ കാണാത്തതുകൊണ്ടാണ് നിൻ്റെ അടുത്ത് പറഞ്ഞു. കാണാതിരിക്കാനാണ് നല്ലത്. രണ്ടും കൂടെ അവിടെ കിടന്ന് അടിച്ച് മരിക്കണുണ്ട്. ഞാൻ നൈസായിട്ട് എസ്കേപ്പ് ആയതായിരുന്നു. സൂക്ഷിക്കണം. ശരി, പെട്ടെന്ന് പോയി ഷർട്ട് എടുത്തിട്ടിട്ട് പോകണം. ശരി. ഞാൻ വി തിരിച്ച് റൂമിലെത്തിയപ്പോൾ ജെയ്ക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പെട്ടെന്ന് റൂമിന് പുറത്തേക്ക് പോയി. ഇവൻ്റെ കാലിനിപ്പോൾ കുഴപ്പമൊന്നുമില്ല. ഇവനല്ലേ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സാർ, ആ ലീ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. സാറ് മറന്നോ? ഇല്ല, ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹാഫ് ആൻ അവറിനെ ഇപ്പോൾ എത്തും. ഓക്കെ സാർ. ശരി എന്നാൽ. കൊള്ളാല്ലേടാ വി, നല്ല ഡിസൈൻ ആയിട്ടുണ്ടല്ലോ പിറകിലൊക്കെ. എന്തോന്ന് ഡിസൈൻ? ഞാൻ വേറെ വൈറ്റ് ഷർട്ടല്ലേ ഇട്ടിരിക്കണം. ഇതിലെന്തോ ഡിസൈൻ? നീ പുതിയ ഷർട്ടൊക്കെ വാങ്ങിച്ചാ? പുതിയ മോഡലാ ഇത്? എടാ എന്തിനടാ വയ്യാത്തോലെ രാവിലെ സംസാരിക്കല്ലേ ജിമ്മിന്. എനിക്ക് മീറ്റിങ്ങിന് പോവാനുള്ളേ. നീ ഒന്ന് തിരിഞ്ഞ് കണ്ണാടിയിലോട്ട് നോക്കി. ഇതിൻ്റെ പാതി അവിടെ പോയി. ഞാൻ തിന്ന്. എനിക്കറിയാം നീ എന്നെ ആയിരിക്കും ഇതിൻ്റെ പിറകില്ലെന്ന് എനിക്കറിയാം. എടാ, നീ കണ്ടറിഞ്ഞൂടെടാ? അതെങ്ങനെയാ തിന്നണ കണക്കായിരിക്കുന്ന? എടാ, നീ ഇപ്പം ഇതെന്തിനാടാ ഇങ്ങനെ കരിച്ച് വെച്ചത്? എനിക്ക് മീറ്റിങ്ങിന് പോകാനുള്ള ഷർട്ടാണ്. ഞാൻ ഇപ്പം വാഷ്റൂമിൽ നിന്ന് വന്നേ ഉള്ളൂ. അതിനിടയ്ക്കാണ് നീ ഇട്ടോണ്ടിരുന്നത്. അപ്പോഴാണ് ഞാൻ എടുത്ത് കഴിച്ച് വെച്ചെന്ന് പറയണേ. ഇതപ്പം അവൻ്റെ പണിയായിരിക്കും. നീ എന്ന് സൂക്ഷിച്ചാൽ നല്ലോണം കിട്ടണത്. എടാ, പക്ഷെ കുഴപ്പമില്ല. കോട്ടിൻ്റെ അടിയിൽ ഇടണല്ലേ, പ്രശ്നമില്ല. കോട്ടിൻ്റെ അടിയിൽ ഇപ്പം ശരിയാക്കി കൊടുക്കാം. ഞാൻ ആദ്യം ഈ ഷർട്ടൊന്ന് മാറ്റട്ടെ, എന്നിട്ട് എനിക്ക് അവനെ ഒന്ന് കാണണം. അവൻ സ്പീഡിൽ പോണ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തോരോ പ്രശ്നം ഉണ്ടെന്ന്. അപ്പം എൻ്റെ കാല് വേദന. അവൻ ഒരു ഗുരുവില്ല. അവൻ റോക്കറ്റ് പോയാലാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. എന്തായാലും ഭാഗ്യം, എൻ്റെ ഉടുപ്പിലൊന്നും പ്രശ്നമില്ല. നീ ഉടുപ്പെടുത്ത് വെളിയിടാത്തോണ്ട് പ്രശ്നമില്ല. എന്തായാലും എനിക്ക് ബുദ്ധിയുണ്ട്. അവനാണ് കൂടെ കിടന്നത്, അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. ബുദ്ധി? ഞാൻ ഒന്ന് പോയി അവനെ ഒന്ന് കാണട്ടെ. ഞാനും വരണം. അമ്മ വിളിച്ചെന്നല്ലേ പറഞ്ഞത്, നമുക്ക് പോകണ്ടേ? അമ്മ വിളിച്ചത് അച്ഛൻ പോകണമെന്ന് പറയാം. അച്ഛൻ പോയ 2 മണിക്കൂറായി. ശരി, ഞാൻ ഫോൺ വിളിച്ചോളാം അച്ഛനെ. ഇപ്പം അതൊക്കെ നടക്കുള്ളൂ.
ജിമ്മിനും താഴെ വന്നപ്പം ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ജെയ്ക്ക് വീനെ കണ്ടിട്ട് എന്താ ഈ വൈറ്റ് ഷർട്ടൊക്കെ മാറ്റി ബ്ലൂ ഷർട്ടാക്കിയേ? അതൊന്നുമില്ല ജയിക്കേ, ഏതൊരു മരപ്പെട്ടി അവൻ്റെ പകുതി ഷർട്ട് എടുത്ത് തിന്നെന്ന് തോന്നുന്നു. ചോദിക്കണ്ടേ, അവൻ ആദ്യമേ വന്ന് ഒറ്റയ്ക്കിരുന്ന് കുത്തിക്കയറ്റി ഇതെല്ലാം മണ്ടയിലൊക്കെ കയറും. നോക്കി തിന്നണ്ടേ ജെയ്ക്ക്? ഒരു ഗ്ലാസ് വെള്ളം എടുക്കട്ടെ? വേണ്ട, ഞാൻ എടുത്ത് കുടിച്ചോളാം. അമ്മ എനിക്കിപ്പോൾ കഴിക്കാൻ വേണ്ട, എനിക്ക് അർജൻറ്റ് കേസായിട്ട് ഫോൺ വിളിച്ചാൽ ഞാൻ ഇപ്പോൾ ഇറങ്ങുകയാണ്. ആ ശരി, എന്നാ നോക്കിപ്പോട്ടാ. എന്താടാ ഒരു ഭീഷണി രസകരം? ഞാൻ നോക്കി പോകാനല്ലേ പറഞ്ഞേ. നിനക്കുള്ള പണി തന്നോളാം. നിങ്ങളും രണ്ടുപേരും ആയിരുന്നു ഇത്രയും നാളാടി, ഇനിയിപ്പോൾ നിങ്ങൾ മൂന്നുപേരും തുടങ്ങിയ. ജെയ്ക്ക് നീയും ഒരു കൂടെ ഇപ്പോൾ തുടങ്ങിയ. അമ്മ സംസാരിച്ചിരിക്കാൻ സമയമില്ല, ഞാൻ പോകുന്നു. എന്നാ അമ്മ ഞാനും ഇറങ്ങുന്നു, എനിക്കും അർജൻറ്റ് മീറ്റിംഗ് ഉണ്ട്. പിന്നെ ഇവൻ കഴിക്കണമെങ്കിൽ അവൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ച്. അതിന് ജെയ്ക്ക് കഴിച്ചോണ്ടിരിക്കുകയല്ലേ, അവൻ്റെ കൂടെ കഴിക്കും. ഇവൻ്റെ കൂടെ കഴിച്ചിട്ടാണ് ഇനി എൻ്റെ വയറുള്ളത്. എന്തുവാടാ? ഇല്ല അമ്മ, എനിക്ക് സമയമില്ല, ഞാൻ ഇറങ്ങുക. അപ്പം ശരി, ബൈ. എന്താടാ നീ ഒരുമാതിരി ചാണകത്തി ചവിട്ടിയല്ലേ? ഷൂ അല്ലേ ഇട്ടിട്ടിരിക്കണ? ഇടാ ഇല്ല, എനിക്കെന്തോ ഒരുമാതിരി. എന്ത് ബാത്റൂമിൽ പോകണം? പോടാ, എണീച്ചെൻ്റെ ഷൂക്കകത്ത് എന്തോ ഇരിക്കുന്നതാണത്. അതിന് ഷൂ ഊരിയിട്ട് നോക്കണം. അത് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് എന്തിനാ നിൽക്കണ പോലെ ഈ മുഖത്ത് ബാത്റൂമിൽ പോകേണ്ട എക്സ്പ്രഷൻ ഇട്ടിട്ട് നിന്നാ ഊരി നോക്കാം അതിനകത്ത് എന്തുവാണ്. ഊരിട്ട് ഇതെന്താടാ ഇത്? അട്ട. ഇതാരടാ ഇതിനകത്തൊക്കെ ഇട്ടുന്ന ഷൂ? അതിനകത്തല്ല വെച്ചിരുന്ന, അതെങ്ങനെ കയറുന്ന? കയറ്റാനാ ആളില്ലാത്തത്. അവിടെ ഇരുന്ന് തിന്നപ്പോൾ നിൻ്റെ അടുത്ത് അവ എന്തോ പറഞ്ഞത് സൂക്ഷിച്ച് പോവട്ടാന്ന്. മാക്കറിക്കിട്ട് ഞാൻ 2 കൊടുക്കും. ഞാൻ ആദ്യം വിചാരിച്ചത് നിൻ്റെ കാറിൻ്റെ ബ്രേക്കും അല്ലേ ഊരിയിട്ടിരിക്കണമെന്നേ. നമ്മൾ ഒരുമിച്ചല്ലേ പോണ, ഒരുമിച്ച് അങ്ങ് പോവായിരുന്നു. അയ്യോ, ഞാൻ അത് മറന്നിട്ടാണ് ഞാൻ ആലോചിച്ചത്. ദൈവമേ, എടാ നമുക്ക് നടന്നു പോയാലേ? മിക്കവാറും നടന്നു പോവാം, പക്ഷേ ഇവൻ ഇട്ടിപ്പം തന്നെ കൊടുത്തിട്ട് വരാം. നീ പോയി അടുത്തത് വാങ്ങിച്ചിട്ട് വാ, ഞാൻ വെളിയിൽ വെയിറ്റ് ചെയ്യാം. ബസ് സ്റ്റോപ്പിൽ നിൽക്കണോ ഇവിടെ കാറി വെയിറ്റ് ചെയ്യണോ? എടി നീയും വേണം, നമുക്ക് 2 കൊടുക്കണ്ട. നിൻ്റെ ഇത് ചെയ്ത് പണിയൊന്നുമില്ലേ? അത് ഞാൻ കൊടുത്തോളാം. അത് അവൻ്റെ ഷർട്ട് ഞാൻ കരിച്ചിട്ടുണ്ട് പകരത്തിന് പകരം. ഞാൻ 2 കൊടുത്തിട്ട് വരാം. എങ്കിൽ നീ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് പോയി വായിട്ടലക്കാതെ അവന് വേറെ എന്തെങ്കിലും അവൻ്റെ ഷൂവിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും ഇളക്കി വെക്കി, അല്ലെങ്കിൽ ഒരു ഷൂ എടുത്തിട്ട് പോവാ, നമുക്ക് കൊണ്ടുപോവാം. അത് നല്ല ഐഡിയ. അവൻ്റെ ഷൂ എവിടെ? റൂമിലാണ്. വലിഞ്ഞല്ലോ അതാ. വെയിറ്റ്, എൻ്റെ പെട്ടിയിരിക്കുകയില്ല, ഞാൻ കൊണ്ട് എടുത്തിട്ടിട്ട് വരാം. ഓക്കെ. ജിമ്മിനും വിയും ജെയ്ക്കയുടെ ഷൂ ആയിട്ട് അവർ ഓഫീസിലും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അപ്പച്ചി, ഞാൻ എൻ്റെ ഷൂ ഇവിടെ വെച്ചത് കണ്ടായിരുന്നോ? റൂമിൽ കാണാനില്ല, താഴെയില്ല, ഒരെണ്ണേ ഉള്ളൂ. ഞാൻ എങ്ങനെ കാണാനാടാ നിൻ്റെ ഷൂ? അവിടെ എവിടെയെങ്കിലും കാണാം, നീ നോക്ക്. ഇവിടെയൊക്കെ നോക്കിയതാ അപ്പച്ചി, കണ്ടില്ല. എടാ നീ എവിടെ വെച്ചത്? എനിക്ക് ഓർമ്മയില്ല ഇത്രയ്ക്ക്. അമ്മ, ഞാൻ റൂമിൽ കട്ടിൻ്റെ അടിയിൽ ഇട്ടിരുന്നത്. ഇപ്പോൾ ഇത് ഒരെണ്ണേ ഉള്ളൂ, ഒരെണ്ണം കാണാനില്ല. എന്തോരെണ്ണം പട്ടി അടിച്ചോണ്ട് പോയാ? അത് പറഞ്ഞപ്പോഴാണ് ജിമ്മിനേട്ടൻ പോയിട്ട് തിരിച്ച് വന്ന് എന്തോ എടുത്തോണ്ട് മനസ്സിലായി. പട്ടി എന്നെ കടിച്ചോണ്ട് പോയത്. നീ എന്തോ ആടാ പറയണം, ഒന്നും മനസ്സിലാവാനില്ല. ഒന്നുമില്ല അമ്മ, ആ പട്ടിക്കുള്ള ഞാൻ കൊടുത്തോളാം. നീ ഇപ്പോൾ പോകുന്നില്ലേ? ഒരു ഷൂ ഇട്ടിട്ട് ഞാൻ എങ്ങനെ പോകാം? ആദ്യത്തെ കാണിച്ചിട്ട് ഒരു ഷൂ ഇട്ട് പോകും. അപ്പോൾ നീ ഇന്ന് പോകുന്നില്ലേ? ഞാൻ ഇന്ന് പോകണില്ല. ഇന്ന് പോകണില്ലെങ്കിൽ പോകണ്ട. കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം തന്നെ എന്തിനിപ്പോൾ പോകുന്നേ? നിങ്ങൾ പോയി ഇപ്പോൾ പോവില്ലേ? അപ്പം ഞാനും ഒറ്റയ്ക്കാവില്ലേ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നോളാം. കൊച്ചിന് ഞങ്ങൾ പോയി രണ്ടുപേരും, അവനും എനിക്കും ഓരോ ഷൂവും ചെരുപ്പൊക്കെ വാങ്ങിച്ചു. ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. പിന്നെ ഇന്നൊരു ദിവസത്തേക്ക് ലീവ് എടുക്കട്ടെ. പക്ഷേ ഇത് സ്ഥിരമാക്കണ്ട ചേക്ക്, കേട്ടോ? സ്ഥിരമൊന്നും ഇല്ല. ഞങ്ങൾ പിന്നെ ഇറങ്ങട്ടെ. ശരി, എന്നാൽ നോക്കി പോയിട്ട് വിളിക്കണേ നീ. ഓടി ശരി, ഞങ്ങൾ ഇറങ്ങുന്നു പിന്നെ. ശരി എന്നാൽ ബൈ. നോക്കി പോയിട്ട് വിളിക്കണേ. ടാറ്റ. നീ എന്താടാ ഇന്ന് നേരത്തെ വന്ന്? അതൊന്നുമില്ല അമ്മ, ഇന്ന് നേരത്തെ കഴിഞ്ഞപ്പോൾ വന്ന്. നീ മേലോട്ട് പോവല്ലേ? ഇതാ ഈ പാലുണ്ട്, ജെയ്ക്കയ്ക്ക് കൊടുത്തേരെ. ഇത് ജെയ്ക്കയ്ക്കാണ്. എടാ, ഇതിൽ ഞാൻ പഞ്ചസാര ഇടാൻ മറന്നുപോയി. നീ അതുകൂടെ ഇട്ടേക്കണേ, എനിക്കൊരു കോൾ വരുന്നത്, ഞാൻ നോക്കട്ടെ. പിന്നെ എന്താ, ഞാൻ ഇടാമല്ലോ. ഇതിൽ വിമ്മ വേണോ ഉപ്പ് വേണോ? ഏതെടുക്കും? വിമ്മ തന്നെ എടുക്കാമല്ലേ? ജെയ്ക്കേ എന്താ ജിമ്മിൻ? എടാ, എന്നാൽ അമ്മ പാല് ഒന്നും ഇട്ടായിരുന്നു ഞാൻ വന്ന സമയത്ത്, എടുത്തുകൂടി. ശരി. ഇന്ന് നീ കോളേജിൽ പോയില്ലേ? എൻ്റെ ഷൂ ഒരു പട്ടി എടുത്തുകൊണ്ട് പോയതുകൊണ്ട് ഞാൻ ഇന്ന് കോളേജിൽ പോയില്ല. ഞാനും അപ്പച്ചിയും കൂടെ ഷോപ്പിങ്ങിന് വരുന്നു. ഇതിനെന്തോ ഒരു ടേസ്റ്റ് വ്യത്യാസം. അതെ, ഇതിൽ കൽക്കണ്ട് ചേർത്തോണ്ട്. കൽക്കണ്ടിന് ഇങ്ങനെ സോപ്പിൻ്റെ വിലയൊക്കെ? സോപ്പാ? എന്താ നീ വേണമെങ്കിൽ കൂടി. ഞാൻ കുടിച്ചോ.
അത് മൊത്തം കുടിച്ചിട്ട് ഇതാ ഞാൻ താഴെ പോകുന്നു. അപ്പം അതും കൂടെ എടുത്തോണ്ട് പോവാമല്ലോ. എന്നാ കൊണ്ടേക്കോ. ഹായ് ഗൈസ്, ഞാൻ വന്നു. എന്നെ ആരെങ്കിലും വിളിച്ചോ ഇവിടെ? ഓ അപ്പം അങ്ങനെയായ ജേക്ക് എന്തൊന്നും മിണ്ടാത്ത? അണ്ണാക്കി പിരി വെട്ടിയോ? എന്തോന്നും അറിഞ്ഞൂടെ. വന്നപ്പോൾ ഒരു പാല് കൊടുത്തേന്ന് അമ്മ. അപ്പം അത് കുടിച്ചതിന് ശേഷം ഒന്നും മിണ്ടുന്നുണ്ട്. ആഹാ, അമ്മ സൗണ്ട് അടിച്ച് പോകാനുള്ള വല്ലതും തന്നെ കലക്കി കൊടുത്ത. എന്നാ സന്തോഷം. ആറങ്ങോട്ടെ, എനിക്ക് ബാത്റൂമിൽ പോകണം. ഇവന്തട ഇങ്ങനെ ഓടണ? ബാത്റൂം കണ്ടിട്ടില്ലാത്തല്ലേ? എടാ അവനിട്ട് ചെറിയൊരു ഡോസ് കൊടുത്തതാ. അമ്മ പറഞ്ഞ് പാലിൽ പഞ്ചസാര ഇടാൻ പറഞ്ഞു. ഞാൻ അതിനുവരെ വിമ്മെടുത്ത് കലക്കി കൊടുത്തു. ഓ കൺഗ്രാജുലേഷൻസ്. എങ്ങനെയുണ്ട്? എനിക്ക് വയ്യ. ഇന്ന് നമ്മൾ സുഖമായിട്ട് കിടന്നങ്ങ് ഉറങ്ങാം. അറിയാം, ഒരാഴ്ചത്തേക്ക് അവൻ്റെ ശല്യമില്ല. അവൻ ബാത്റൂമിൽ കിടക്കട്ടെ, നമുക്കിവിടെ കിടക്കാം. ഇത് പക്ഷെ അമ്മ അറിയാൻ പാടില്ല. അറിഞ്ഞ എൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്നതാണ്. അതൊന്നും അമ്മ അറിയില്ല. പക്ഷേ ഇവ ഇങ്ങനെ ആശുപത്രി കൊണ്ടുപോകേണ്ടി പറ്റി. അത് 2-3 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം. അതന്നെ, അവൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയാലല്ലേ അമ്മ അറിയുള്ളൂ ഇറക്കണ്ട. പക്ഷെ അമ്മ ഇടയ്ക്കിടയ്ക്ക് അവനെ ചോദിക്കുമല്ലോ, നമ്മൾ എന്ത് ചെയ്യും? ഇറങ്ങണം എന്നെല്ലാം പറയാം. ഏന്നേരം ഉറങ്ങണം എന്ന് പറയുമ്പോൾ എന്ത് കുംഭകർണൻ്റെ അനിയെന്ന് എന്തെങ്കിലും പറയാം. നോക്കാം. ഓഹോ, അപ്പോൾ ഇത് ജിമ്മിൽ തന്ന പണിയാണല്ലേ. അവൻ്റെ പാലില്ല കറക്കുണ്ട്. അവൻ്റെ കബോർഡ് ഉറക്കുമ്പോൾ അവനുള്ള പണി കിട്ടിക്കോളും. എൻ്റെ വയറ് എന്താടാ നീ ഇങ്ങനെ ചൊറിയണത്? കുറേ നേരം ആയല്ലേ. ഞാൻ വിചാരിച്ചു വല്ലതും കടിക്കണോണ്ടായിരിക്കും. എടാ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പോയി നോക്കിയപ്പോൾ ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ചോദിച്ചില്, ദേഹമൊക്കെ തടിച്ചു വരുന്നു. ഇങ്ങോട്ട് മാറി നോക്കട്ടെ. ഇതെന്താ നിൻ്റെ ഉടുപ്പിൽ നിന്നൊക്കെ പുക പറക്കണത്? പോകേ എന്താ പൊടി? എന്ത് നീ കബോർഡ് ഇന്ന് രാവിലെയും കൂടെ തുറന്നല്ലേ ഉള്ളൂ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൂട്ടിയിട്ട റൂം പോലെ എന്തൊരു പൊടിയാടാ ഇതിന്. എനിക്ക് അറിഞ്ഞൂടാ. ഇത് എവിടെ നിന്ന്? എന്താ നിൻ്റെ ഉടുപ്പിലും വല്ലതും ഉണ്ടോ? എൻ്റെ ഉടുപ്പിയൊന്നുമില്ല. ഇതെന്തൊരു എടാ എനിക്ക് നല്ല ഇൻഫെക്ഷൻ ആവുന്നെന്ന് തോന്നുന്നു. നമുക്ക് ആശുപത്രിയിൽ പോയാലോ? ഇൻഫെക്ഷൻ ആവും. എന്നെ പാലിൽ കറക്കണ്ടിട്ടല്ലേ? നിങ്ങളെ തുണിയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. കൊണ്ട് പെട്ടെന്ന് ആശുപത്രി പോയി, അല്ലെങ്കിൽ ചൊറിഞ്ഞെല്ലാം കൂടെ തടിച്ച് അയില വിക്രമിനെ പോലെ ഇരിക്കും. നീ കൊടുത്തു വാങ്ങിച്ചു, നമുക്ക് പോവാം. എടാ ജോക്കെ, നിന്നെ ഞാൻ വെറുതെ വിടാന്ന് വിചാരിക്കണ്ട. നിനക്ക് ഇതിനുള്ള പണി തന്നോളാ ഞാൻ. ആദ്യം ഇയാൾ പോയിട്ട് വരാൻ നോക്ക്. നീ ആദ്യം ബാത്റൂമിൽ നിന്ന് ഇറങ്ങാൻ നോക്ക്. അത് ഞാൻ ഇറങ്ങിക്കോളാം. ആദ്യം നിങ്ങൾ അയില വിക്രമാവാതെ പോയിട്ട് വരാൻ നോക്ക്. നിനക്ക് 2 തന്നോളാ. ആദ്യം ഇയാൾ പോവാൻ നോക്കാം. അടി കഴിഞ്ഞെങ്കിൽ ഒന്ന് പോവായിരുന്നു. ജെക്കെ നീ വരണ? എനിക്കിപ്പോൾ വരാൻ പറ്റിയ സിറ്റുവേഷൻ ഇല്ല. നിങ്ങൾ പൊക്കോ. അല്ല വേണമെങ്കിൽ വല്ല ബക്കറ്റും എടുക്കാം. എന്നെ കൊണ്ടുപോകണമെങ്കിൽ ഞാൻ പറഞ്ഞോളാം. ആദ്യം നിങ്ങൾ ജിമ്മിനെ കൊണ്ടുപോകാൻ നോക്ക്. എടാ ജിമ്മിനെന്തോ പറ്റി? ജിമ്മിനെ എന്താ ഇങ്ങനെ ഇരിക്കണ തടിച്ച്? ഉള്ള മരുമാൻ തന്നാൽ എനിക്ക് പണി തന്നവൻ. ആഹാ, നീ കൊടുത്തതാണ് വല്ലതും, അതുകൊണ്ടായിരിക്കും. ഞാൻ ഒന്നും കൊടുത്തൊന്നുമില്ല. അല്ല, നിന്റെ തന്ന പാലും ഗ്ലാസ് നീ കൊണ്ട് തിരിച്ചു വെച്ചാ? അത് വെച്ചല്ലോ. അപ്പം നീ അതിലെന്തോ കലക്കി കൊടുത്തില്ലേടാ? അതിൻ്റെ ബാക്കിയല്ലേടാ ഈ തടിച്ചിരിക്കണ? അമ്മ ഒന്നും മിണ്ടായിരി. ഞാൻ ഒന്ന് ആശുപത്രി പോയിട്ട് വരട്ടെ. ആദ്യം പോയിട്ട് വാ. ജേക്കെ എവിടെ? അതമ്മ ജേക്കെ ബാത്റൂമിലുണ്ട്. ഇവൻ പാലിൽ കറക്കണ്ടൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. ഇപ്പം നോൺ സ്റ്റോപ്പായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. എടാ നീ നിന്ന് സംസാരിക്കാതെ എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് കൊണ്ടുപോടാ. സോറി വാടാ പോവാം. ഈ പിള്ളേർ ഇങ്ങനെയായ ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന്. ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കണതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവന്മാർ വല്ലതും കലക്കി വെക്കും, ഞാൻ അതെടുത്ത് മാറി കുടിക്കും. എനിക്ക് വയ്യ ഇനി. ഞാൻ പോകണം. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിൽ പോയി കുറച്ച് ദിവസം നിന്നിട്ട് വരാം. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയിട്ട് വീയും ജിമ്മിനും തിരിച്ചു വരുന്നു. ജെക്കെ ടയേർഡായിട്ട് ബെഡിൽ കിടക്കുന്നു. തൂറ്റലൊക്കെ കഴിഞ്ഞാ? കഴിഞ്ഞ്. എന്ത് ഇതേതായി റോസ് മനുഷ്യ? എൻ്റെ അച്ഛൻ. എൻ്റെ അച്ഛനെ പറഞ്ഞുണ്ടല്ലോ. നീ എന്താ ചെയ്യും? ഇപ്പം കിട്ടിയൊന്നും പോരെ, ഇനി വല്ലതും വേണോ? നീ ഇപ്പം ബാത്റൂമിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. മതി. ഈ പേഷ്യൻ്റ് ഇപ്പുറത്ത് കിടക്കൂ, ആ പേഷ്യൻ്റ് കുറച്ച് നീങ്ങി കിടക്കൂ, ഇന്ന് ഞാൻ നടുക്ക് കിടക്കാം. അല്ല അമ്മ എവിടെ പോണ? പെട്ടിയും കിടക്കുകയൊക്കെ ആയിട്ട്. എനിക്ക് എൻ്റെ ജീവനിൽ പേടിയുണ്ട് മക്കളെ. നിങ്ങളവിടെ ജീവിക്കുമ്പോൾ നീ ഇവന് കൊടുക്കാൻ വേണ്ടി വല്ലതും കലക്കി വയ്ക്കും, അല്ലെങ്കിൽ അവൻ നിനക്ക് തരാൻ വേണ്ടി വല്ലതും കലക്കി വയ്ക്കും. അത് ഞാൻ മാറി കുടിക്കണം. എന്നിട്ട് ഞാൻ തൂറ്റലും ഛർദിലുമായിട്ട് നടക്കണം. എന്തിനാ വെറുതെ റിസ്ക് ഈ വയസ്സാം കാലത്ത്? ഇല്ല അമ്മ, ഇതോടെ നിർത്തി. അമ്മ പോണ്ട. നിങ്ങളായി നിങ്ങളെ പാടായി. ഞാൻ പോട്ടെ നിങ്ങളച്ഛൻ്റെ കൂടെ. ഞാൻ വിളിച്ചിരുന്നു നിങ്ങളച്ഛന്. എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചോളാന്ന് പറഞ്ഞു. അപ്പം ശരി, എന്നാൽ വൈകിട്ടത്തെ ഫ്ലൈറ്റിൽ ഞാൻ പോവുകയാണ്. നീയൊക്കെ രണ്ടും കാരണമാണ് ഇപ്പം അമ്മ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ജെക്കെ നിനക്കൊന്നും ചുമ്മാ ഇരുന്നോടായിരുന്നാ? ഓഹോ, അപ്പം നിങ്ങളെ ചേട്ടൻ ഇപ്പോൾ ഒന്നും ചെയ്തില്ല. നീ അത് തുടങ്ങിയതുകൊണ്ടല്ലേ? ഞാൻ തുടങ്ങിയാൽ നിങ്ങളങ്ങനെ ചെയ്യുമോ? നിങ്ങൾ അമ്മയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. അത് കൊള്ളാം. എന്ത് ഞങ്ങൾക്ക് മാത്രം എന്ത് പണി കിട്ടിയാൽ മതിയാ? നിങ്ങൾ എൻ്റെ അടുത്ത് കാണിക്കണേനാണ് ഞാൻ തിരിച്ചു തരണത്. അതിന് ഞങ്ങളെന്തോ നിൻ്റെ അടുത്ത് കാണിച്ചാൽ? ഞാൻ സംസാരിക്കുമ്പോൾ കേൾക്കണം. അതിനാ നീ ഇത്രയും തുടങ്ങിയത് ഇവിടെ?
പിന്നെ ഞാനൊരു മനുഷ്യജീവിയാണ്, ഞാൻ പറയണത് ഇവിടെ കുറച്ച് പേർക്ക് കേൾക്കണം. ജെക്കെ, ഇപ്പം നിൻ്റെ പ്രശ്നം എന്താ? നീ രാവിലെ പറഞ്ഞത് ഞാൻ കേൾക്കാതെ എണീച്ച് ബാത്റൂമിൽ പോയി, അതിന് നീയും ജിമ്മനും അടികൂടി. അങ്ങനെ ഇപ്പം അത് ഇതുവരെ വന്നിരിക്കണം. എൻ്റെ ഷർട്ട് കരിച്ച് അവൻ്റെ ഷൂവിൽ അട്ടേനിട്ട് നിൻ്റെ ഷൂ അവൻ എടുത്തുകൊണ്ട് പോയി, അവൻ നിൻ്റെ പാലിൽ വിമ്മ കലക്കി. എൻ്റെ പൊന്നോ, നേഴ്സറി സ്കൂളിൽ പോലും കാണൂല്ലേ ഇമ്മാതിരി അടി. ഇനി ഞങ്ങൾ നീ പറയണൊക്കെ കേട്ടോളാം, നീയും ഞങ്ങൾ പറയണൊക്കെ കേൾക്കണം. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പാരയും പണിയൊന്നും വയ്ക്കണ്ട, ഓക്കെ ആണേ? എന്നാൽ നമുക്ക് നോക്കാം. പക്ഷെ ജിമ്മിനൊന്നും പറഞ്ഞില്ലല്ലോ കോംപ്രമൈസ് ആവാന്ന്. ഇനി ഞാൻ ഒരു പരിപാടിക്കും പറഞ്ഞിട്ടില്ല. നീ മര്യാദയ്ക്കാണെങ്കിൽ ഞങ്ങൾ മര്യാദയ്ക്ക്. അങ്ങനെയാണെങ്കിൽ ഞാനും മര്യാദയ്ക്ക്. അങ്ങനെ പിറ്റേ ദിവസം ജെക്കെ ഇന്നോട്ടാണ് ക്ലാസ്സിന് പോയി തുടങ്ങുന്നത്. ഇവർ മൂന്നുപേരും ഒരുമിച്ചാണ് പോകുന്നത്. ജെക്കെനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം വീനെയും വീടെ സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് ജിമ്മിൻ ഹോസ്പിറ്റലിലേക്ക് പോകും. ഇപ്പോൾ അവർക്കിടയിൽ പഴയതുപോലെ തടി, കുത്തിത്തിരിപ്പ്, പാര അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. വീട് അമ്മ തിരിച്ചു വന്നു. ഇവരിപ്പം ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അടിക്കൊന്നും കുറവൊന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിനകത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതോടെ കഥ ഇവിടെ അവസാനിക്കുകയാണ് ഗൈസ്. ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ നോയ്സൊക്കെ ഉണ്ടെന്നറിയാം, അഡ്ജസ്റ്റ് ചെയ്യണം, ആദ്യമേ പറയണ്ടായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സ് ഇതുപോലത്തെ വോയിസൊക്കെ കേൾക്കണമെങ്കിൽ അവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണം. ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സ് ഉണ്ടെന്നറിയാം. വീട്ടിനടുത്തുള്ളവരൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് മാത്രമേ അവരെ വീട്ടിലെ പണികളൊക്കെ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം. ഇനി ഇങ്ങനെ സൗണ്ട് ഉണ്ടാകാതെ നോക്കിക്കോളാം. ഞങ്ങളിനി പുതിയ വോയിസ് ഓവറായിട്ട് വരുന്നതാണ്. ഏതെങ്കിലും സ്റ്റോറി ഐഡിയാസ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ഓക്കെ ബേബ്സ്, ബൈ.